ഹായ് ഹലോ എല്ലാവർക്കും ഓണാശംസകൾ. ബിഗ് ബോസിൻ്റെ 33ാമത്തെ ദിവസത്തെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അത്യാവശ്യം തൊണ്ടവേദനയുണ്ട്, പനിയുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ ക്യാമറ ഓൺ ആക്കിയിരിക്കുകയാണ്. ഓണം ആയതുകൊണ്ട് തന്നെ ഓണം ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് 3 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തെക്കേടത്ത്, ഒന്ന് വടക്കേടത്ത്, ഒന്ന് മൂത്തേടത്ത്. തെക്കേടത്തായിരുന്നു എൻ്റെയും ഫേവറേറ്റ്. ജിസൈൽ, അക്ബർ, മറ്റേ ആര്യനൊക്കെ ഉണ്ടായിരുന്ന ടീം, അപ്പാണിയൊക്കെ ഉണ്ടായിരുന്ന ടീം. അവർ തന്നെയാണ് 3 ടാസ്കിലും വിജയിച്ചത്. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് പൂക്കള മത്സരമായിരുന്നു. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഓണവേഷമായിരുന്നു. മാവേലി, പുള്ളിപ്പുലി, വേട്ടക്കാരൻ അവരുടെ കോസ്റ്റ്യൂം പണിപ്പുരയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് അതൊരു സ്റ്റാൻഡിൻ്റെ അകത്ത് വെക്കുക. അതും ജയിച്ചത് തെക്കേടത്തുകാരാണ്. മൂന്നാമത്തെ ടാസ്ക് പായസം ഉണ്ടാക്കുക എന്നായിരുന്നു. പണിപ്പുരയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് ഏറ്റവും ഫസ്റ്റ് ആദ്യം ആരാണോ പായസം നല്ല രീതിയിൽ ഉണ്ടാക്കുക അത് ജഡ്ജസ് സെലക്ട് ചെയ്യുമായിരുന്നു. അതും തെക്കേടത്തുകാരാണ് വിജയിച്ചത്. അങ്ങനെ ഓണം ടാസ്ക് മൊത്തം തെക്കേടത്തുകാർ കൊയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നടന്നത് ക്യാപ്റ്റൻസിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ജിസൈൽ, ഒനീൽ, അഭിലാഷ് എന്നിവരാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഓണം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ സദ്യ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വീക്ക്ലി ടാസ്കിൻ്റെ എൻഡായിരുന്നു നമ്മുടെ നൂറ ഒനീൽ യുദ്ധം. അതും ഇപ്രാവശ്യം ക്യാപ്റ്റന്മാർ തമ്മിലായിരുന്നു. ഒരു മേശയുണ്ട്, മേശയിൽ രണ്ടുപേരുടെയും കൈ വെക്കുക, രണ്ടുപേരുടെയും തൊപ്പി തലയിൽ വെക്കുക. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ വിസിലടിക്കുമ്പം ആ തൊപ്പി എടുത്തിട്ട് സൈഡിലൊരു ഹുക്കുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇടുക എന്നായിരുന്നു ടാസ്ക്. ആദ്യം ആരിടുന്നു അവരാണ് വിജയിക്കുന്നത്. 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 2 പ്രാവശ്യം ആദ്യം തന്നെ നൂറ് അതെടുത്ത് ക്ലിപ്പിലിട്ടു, ആ ഒരു ഇതിൻ്റെ സ്റ്റാൻഡിലേക്ക് വെച്ചു. ഒനിയിൽ ഇടാനും പറ്റിയില്ല. അങ്ങനെ നൂറ അടിപൊളിയായിട്ട് ടാസ്ക് കളിക്കുകയും അടിപൊളിയായിട്ട് ആ ഗെയിമിനെ നോക്കി കാണുകയും ചെയ്തു. 3 സൂപ്പർ പവർ ആണുള്ളത്. ഒന്ന് സൂപ്പർ ഫാമിലി പവർ, സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ, സൂപ്പർ നോമിനേഷൻ പവർ. ഇതിൻ്റെ അകത്ത് സൂപ്പർ നോമിനേഷനും സൂപ്പർ ഇമ്മ്യൂണിറ്റിയും നൂറ തന്നെ എടുത്തു. സൂപ്പർ ഫാമിലി പവർ ബിന്നിക്ക് കൊടുത്തു. അഭിലാഷിനൊന്നും കിട്ടിയില്ല. അത് നല്ലൊരു ഗെയിമായിരുന്നു നൂറയുടെ. അതിന് അഭിലാഷിന് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ ഗെയിം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അഭിലാഷ് അതിനെ അങ്ങ് വിട്ടു. പിന്നെ നടന്നത് പണിപ്പുര ടാസ്ക് ആണ്. ബിഗ് ബോസിൻ്റെ സപ്പോർട്ടോടുകൂടെ വൈൽഡ് കാർഡ് എൻട്രി നന്നായി ചെയ്യുകയും ചെയ്തു. ബിഗ് ബോസ് എന്താ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബിഗ് പണിയാണ് തുടക്കം തന്നെ വെച്ചിരുന്നത്. അതെല്ലാം കളക്ട് ചെയ്തിട്ട് അവർ 20 സെക്കൻഡിൽ തിരിച്ചു വരികയും ബിഗ് പണി നമ്മുടെ അനീഷിനാണ് കിട്ടിയത്. ഇനിയുള്ള ദിവസങ്ങളിൽ അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ആരെയും. അത് റദ്ദാക്കിയിരിക്കുന്നു. അതാണ് വൈൽഡ് കാർഡ് കൊടുത്ത പണി, ബിഗ് പണി. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ മസ്താനീൻ്റെ കാര്യം, മസ്താനി ഇന്ന് കുറേ ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്ത രീതിയിൽ വന്നതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ആദ്യം മാന്യമായിട്ടാണ് സംസാരിച്ചത്. മസ്താനിയാണ് കയർത്ത് വന്നത്. സോ പിന്നെ ക്യാപ്റ്റൻ്റെ കാര്യത്തിൽ തെറ്റുണ്ട്. നെവിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റുണ്ട്. നെവിൻ ഒന്നും ക്ലാരിറ്റിയോടെ പറയുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ലോക തോൽവിയാണ് നെവിൻ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതും.